സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മ്യൂസിക് സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന രാധികയെ വഴി വെച്ച് തടയുവാണ്ടോ വരുൺ. എന്നിട്ട് കാറിൽ കയറാൻ പറയണേ, എനിക്ക് തന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം രാധിക വരുണിൻ്റെ കൂടെ കാറിൽ കയറാതെ മടിക്കുവാണ്. എന്നാൽ വരുണാണെങ്കിൽ രാധികയുടെ കയ്യിൽ കയറി പിടിക്കുകയും താൻ എൻ്റെ കാറിൽ കയറിയില്ലെങ്കിൽ പിന്നാലെ നടന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, അതെല്ലാവരും കാണും, അത് വേണമെന്ന് ചോദിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ രാധിക വരുണിനൊപ്പം കാറിൽ കയറുവാണ് കേട്ടോ. പിന്നീട് രാധികയും കുട്ടി മ്യൂസിക് സ്കൂളിലെത്തുന്ന വരുണിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ കാറിൽ നിറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന രാധികയുടെ കയ്യിൽ വരുൺ കയറി പിടിക്കുകയും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം രാധികയാണെങ്കിൽ വരുണിനോട് കയ്യിൽ നിന്ന് വിട്, ആൾക്കാർ കാണുമെന്നൊക്കെ പറയുവാണ്. എന്നാൽ വരുണാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് ശ്യാമ വരുണിനെ രാധികയെ തന്നെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ശ്യാമ അവരുടെ അരികിലേക്ക് വരുവാണ്. അന്നേരം മേഡം വരുന്നു എന്നും പറഞ്ഞ് രാധിക വരുണിനെ കൈ ഇങ്ങനെ വിടിയിപ്പിക്കുവാണ്. ഈ സമയം ശ്യാമ രണ്ടാളുടെ അരികിലേക്ക് വന്ന് രാധികയോട് ഇതാരാണെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക വരുണിനെ പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ഈ സമയം വരുൺ ശ്യാമയോട് പറയണേ, ഞാൻ സത്യങ്ങളെല്ലാം മാഡത്തോട് പറയാം എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ നോക്കുവാണ്. അന്നേരം രാധിക പറയല്ലേ എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുക. എന്നിട്ട് പറയണേ, ചുമ്മാ പറയാം മാഡം, ഒന്നുമില്ല മാഡം, വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകണ്ടേ. അന്നേരം ശ്യാമ പറയണേ, നിൽക്കുന്നേ, അയാൾക്ക് എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ സമയം രാധികയാണെങ്കിൽ ടെൻഷനോടുകൂടി അവിടെ വരുണിൻ്റെ അരികിൽ നിൽക്കുവാണ്. വരുണിനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രാധിക പറഞ്ഞേക്കുവാണ് കേട്ടോ. രാധികയുടെ പരിഭ്രമവും ടെൻഷനും എല്ലാം ശ്യാമ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരം വരുണിങ്ങനെ കാറിൻ്റെ അവിടെ നിന്ന് രാധികയെ തന്നെ നോക്കുവാണ്. വരുണാണെങ്കിൽ പോകാൻ തീരെ താല്പര്യമില്ല. ഈ സമയം അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാധികയും തിരിഞ്ഞ് വരുണിനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് ശ്യാമ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുക. ശ്യാമ മനസ്സിൽ വിചാരിക്കുക, എന്താണെങ്കിലും അയാൾ രാധിക മോൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. പതുക്കെ പതുക്കെ മോളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു സമയത്തും രാധിക വെറുതെ കുറേ നേരം വരുണിനെക്കുറിച്ചും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ശ്യാമ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ വരുണിൻ്റെ പ്രിയങ്കൻ്റെ ദാമ്പത്യം കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കാനും അതേപോലെ വരുണിനും രാധികയും തമ്മിൽ പൂർണ്ണമായും അകറ്റാനും വേണ്ടി ഒരു ജ്യോത്സ്യനെ ചെന്ന് കാണുവാണ്. അങ്ങനെ ആ ജ്യോത്സ്യൻ സുകുമാരി അമ്മയോട് പറയുവാണ്, ആ താലികെട്ട് നടന്നില്ലായിരുന്നെങ്കിൽ വരുണും പ്രിയങ്കയും ഒരിക്കലും ഒന്നിക്കില്ലായിരുന്നു. അവളുടെ കഴുത്തിലുള്ള താലിക്ക് ഒരു ഉറപ്പുമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൊച്ചുമോൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം വേണമെന്നാണെങ്കിൽ ആ പയ്യനെ കൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. അങ്ങനെ യഥാർത്ഥത്തിൽ അവളുടെ കഴുത്തിൽ താലി കയറിയാൽ മാത്രമേ പ്രിയങ്കയ്ക്കും വരുണും നല്ലൊരു ജീവിതം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ജ്യോത്സ്യൻ്റെ വാക്കൊക്കെ കേട്ട് വരുണിനെ കൊണ്ട് പ്രിയങ്കയുടെ കഴുത്തിൽ കെട്ടിക്കാനായിട്ട് ഒരു താലിയുമായിട്ട് മുത്തശ്ശി തിരികെ വീട്ടിലെത്തുവാണ്. അങ്ങനെ ആ താലിയും കയ്യിൽ പിടിച്ച് മുത്തശ്ശി പറയുക, നാളെ ഈ താലി വരുൺ പ്രിയങ്കയുടെ കഴുത്തിൽ കെട്ടും, അവരുടെ യഥാർത്ഥ മാംഗല്യം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി ഫോണിൽ വിളിച്ച് പ്രിയങ്കയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ രാധിക കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം വീട്ടിൽ എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് പരമേശ്വരനും പത്മിനിയും രാധികയും എല്ലാവരും ഞെട്ടലോടുകൂടി നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്